നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ജോലിയില്ലാതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ സാലറിക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. 15,000 രൂപക്കും 16,000 രൂപക്കൊക്കെ ജോലി ചെയ്യുന്നവർ. അതുപോലെ തന്നെ പ്രവാസികളാണെങ്കിൽ 20,000, 25,000 രൂപയും 30,000 രൂപക്കൊക്കെ ഈ സാലറിക്കൊക്കെ ഇന്നും ജോലി ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ എക്സ്പീരിയൻസിന് വേണ്ടി, അതല്ലെങ്കിൽ ആദ്യമായി ഗൾഫിൽ പോകുന്നവരോ എക്സ്പീരിയൻസിന് വേണ്ടിയോ കരിയർ പുരോഗതിക്കോ വേണ്ടി അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത് മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. എന്നാലും സ്ഥിരമായിട്ട് വർഷങ്ങളോളം ആ ജോലി തന്നെ ഈ ചെറിയ ശമ്പളത്തിന്, ഈ ചെറിയ സാലറിക്ക് ചെയ്യുന്നത് ആധുനിക അടിമത്തത്തിൻ്റെ ഭാഗമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള ജോലികൾ ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ ജോലികളും ചെയ്തിട്ടുണ്ട്, ചെറിയ ജോലികളും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം PRO ആയി വലിയ സാലറിയുള്ള ജോലി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഈ ചെറിയ മീൻ കച്ചവടവും തട്ടുകടയിലൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് അടിമത്തം ഉണ്ടായിരുന്നു. അടിമത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ അടിമക്ക് ഉടമ ഭക്ഷണം നൽകും, വസ്ത്രം നൽകും, ഇതൊക്കെ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം ഇല്ല എന്ന് പറയുന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചെറിയ സാലറിക്ക് വാങ്ങുന്നതും പഴയ അടിമത്തവുമായി തമ്മിൽ ബന്ധമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ 15,000 രൂപ ഒരു മുതലാളി നമുക്ക് സാലറിയായി നൽകുമ്പോൾ ആ പണം കൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? നമ്മുടെ ചെലവ് കഴിയും, ഭക്ഷണത്തിന് വീട്ടിലൊക്കെ ചെലവ് കഴിക്കാനുള്ള ചെലവും വസ്ത്രവും ഇങ്ങനെയുള്ള അത്യാവശ്യമുള്ള ചെലവുകളെ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ അടിമത്തവും ഈ കാലഘട്ടത്തിൽ ആധുനിക അടിമത്തവും തമ്മിൽ ബന്ധമുണ്ട്. അടിമത്തം അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. അതൊരു മറ്റൊരു വേർഷനിൽ ഇന്നും നിലവിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ സാലറിയിൽ ജോലി ചെയ്യുന്നവരെ ഞാൻ പുച്ഛിക്കുകയല്ല. നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. ആ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കളോട്, ഇത് കേൾക്കുന്ന എല്ലാ ആളുകളോടും, നിങ്ങൾ ഇങ്ങനെയുള്ള മറ്റൊരുത്തൻ്റെ കീഴിൽ അവരുടെ ആട്ടും തുപ്പും കേട്ടുകൊണ്ട് ഈ ചെറിയ സാലറിക്ക് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ മനുഷ്യർക്കും കഴിവുകളുണ്ട്. നിങ്ങൾക്ക് എന്താണോ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ഒന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി മീൻ കച്ചവടം ചെയ്യാൻ പറ്റും, അതെങ്കിൽ തട്ടുകട നടത്താൻ പറ്റും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ചെറിയ ബിസിനസ്സിൽ നിന്നാണ് വലിയൊരു ബിസിനസ്സിലേക്ക് എത്തുന്നത്. നിങ്ങൾ ചരിത്രം നോക്കിയാൽ മതി. ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ ചാക്കും ഇതൊക്കെ പിടിച്ചിട്ട് ബാഗൊക്കെ തൂക്കി നടന്നിട്ട് തന്നെയാണ് വലിയ മുതലാളിമാരായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ബാഗും തൂക്കി സ്വന്തമായി ഡ്രസ്സ് എടുത്ത് വിൽക്കുന്ന ആളുകളെയൊക്കെ. ഇതൊക്കെ ഒരു തരം ബിസിനസ് ഐഡിയ ആണ്. മറ്റൊരുത്തൻ്റെ കീഴിൽ ജീവിക്കാതെ സ്വാതന്ത്ര്യത്തോടെ കൂടെ നമുക്ക് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ പറ്റും. മറ്റൊരുത്തൻ്റെ കീഴിൽ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പീരിയൻസിന് വേണ്ടി, കരിയർ പുരോഗതിക്ക് വേണ്ടിയൊക്കെ ജോലി ചെയ്യുന്നത് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കണം. വിദ്യാർത്ഥികൾക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം അങ്ങനെയുള്ള ജോലികൾ. അല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഈ പഴയ അടിമത്വവുമായി അതിന് ബന്ധമുണ്ട്. നമ്മളങ്ങനെ ആരുടെ അടിമകളായി ജീവിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം കഴിവ് കണ്ടെത്തിക്കൊണ്ട് സ്വന്തം എന്ത് ജോലി ആയിക്കോട്ടെ, ഏത് ജോലിക്കും അന്തസ്സുണ്ട്. എനിക്ക് കൃത്യമായി പറയാൻ പറ്റും, ഇങ്ങനെയുള്ള പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം അറിവിനോട് പ്രത്യേക ദാഹമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തും പല വിഷയങ്ങളും, എല്ലാ മതങ്ങളെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും ചരിത്രങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ ഹോബി തന്നെ അതാണ്. എനിക്കൊന്നും കളിക്കാൻ അറിയില്ല, ക്ലബിൽ പോയിട്ട് പോകാറില്ല. ഇതൊന്നും മോശമായത് കൊണ്ടല്ല, മറിച്ച് എനിക്കതിൽ താല്പര്യമില്ല. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാമെങ്കിലും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ പഠനമാണ്. സ്വന്തമായി പഠിക്കുകയും ചിന്തിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ പഠിക്കുക, യാത്ര പോകുക. യാത്ര പോകുന്നത് മറ്റുള്ളവരെ പോലെ ഫോട്ടോ എടുക്കാനോ അതല്ലെങ്കിൽ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയല്ല, കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. ഓരോ നാടുകളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഇതിനൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ യാത്ര പോകാറുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ പല ജോലികളും ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് പറയാൻ പറ്റും, ഏത് ജോലിക്കും അന്തസ്സുണ്ട്. ഞാനെല്ലാം തികഞ്ഞൊരു വ്യക്തിയൊന്നുമല്ല, നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ വ്യക്തിയാണ്, കുടുംബം പോറ്റുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം തികഞ്ഞൊരു വ്യക്തിയായിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് പറയേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. എല്ലാ ജോലിക്കും അന്തസ്സുണ്ട്. ഒരു ജോലിയും മോശമല്ല, ഒരു ജോലിയും നമ്മൾ തരം താഴ്ത്തി കാണേണ്ടതില്ല. മറ്റൊരുത്തൻ്റെ കീഴിൽ വർഷങ്ങളോളം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിങ്ങളൊരു ഷോപ്പിൽ ജോലിക്ക് നിന്നുകൊണ്ട് എക്സ്പീരിയൻസ് ആയി പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ കരിയർ പുരോഗതിക്ക് വേണ്ടി അവിടെ നിന്നുകൊണ്ട് ചെറിയ സാലറിക്ക് നിൽക്കുന്നെങ്കിൽ ഓക്കെ. അല്ലാതെ വർഷങ്ങളോടെ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു മെച്ചവുമില്ല. പണ്ടുണ്ടായ അടിമകൾ എങ്ങനെയാണോ, അവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായിരുന്നോ? ഒരു ഉടമ ഭക്ഷണം കൊടുക്കുന്നു, സാലറി വസ്ത്രം വാങ്ങി കൊടുക്കുന്നു എന്നതിലുപരി ഒരു മാറ്റവും ഇല്ലാതെ പോലെ ഇങ്ങനെയുള്ള ജോലിക്ക് നിൽക്കരുത്. പ്രവാസികളാണെങ്കിലും ഒന്നെങ്കിൽ നല്ല സാലറിയിൽ നിൽക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ബിസിനസ് തുടങ്ങുക എന്നല്ലാതെ മറ്റൊരുത്തിൻ്റെ കീഴിൽ വർഷങ്ങളോളം നിൽക്കുമ്പോൾ ആ പണ്ട് നിന്ന അടിമകൾക്ക് തുല്യം തന്നെയാണ്. ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, നമുക്കുണ്ടാകുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാ ജോലിയെയും സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. മറ്റൊരു ജോലിയെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ജോലികളെയും തരം താഴ്ത്തി കാണുന്ന ഒരു സ്വഭാവം, അത് സമൂഹത്തിൻ്റെ ചിന്താഗതിയാണ്. നമുക്ക് പൂർണ്ണമായും അത് മാറ്റാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയെ ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ ചെയ്യുക. ആ ജോലി നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു സ്റ്റാൻഡേർഡിൽ തന്നെ ചെയ്യുക. തട്ടുകടയിൽ നടത്തുന്നതാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും നല്ല അന്തസ്സോടുകൂടി തന്നെ നടത്തുക. നമ്മൾ സാമ്പത്തികമായി വളരുന്നതിനാണ് കാര്യം, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം. മീൻ വിൽക്കുന്നവരാണെങ്കിലും അതല്ലെങ്കിൽ വേറെ തട്ടുകട നടത്തുന്നവരാണെങ്കിലും വീട്ടിൽ ഡ്രസ്സ് കൊണ്ട് വിറ്റ് നടക്കുന്നവനാണെങ്കിലും അവൻ ഭാവിയിൽ വലിയ സമ്പത്ത് നേടിയോ പിന്നെ ആരും അവൻ കൊണ്ടു നടന്നതിന് ആരും മോശമായി കാണില്ല, അതിനൊരു പ്രചോദനമായിട്ടേ കാണും. അപ്പം നമ്മൾ പണം ഉണ്ടാക്കുന്നതിലാണ് കാര്യം, എന്ത് ജോലി ചെയ്യുന്നു എന്നതോടല്ല കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ സാലറിക്ക് വർഷങ്ങളോളം നിൽക്കരുത്. നിങ്ങൾ സ്വന്തം മനസ്സിനോട് ചോദിക്കുക, എന്താണ് എൻ്റെ കഴിവ്, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ച് മാസങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. അതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. ജീവിതം ഒന്ന് മാത്രമാണ്, അത് മാക്സിമം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് ഇന്ന് പറയാനുള്ളൂ. അതേപോലെ ഇന്നലെ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാനിട്ടൊരു വീഡിയോയിൽ ഒരാൾ എനിക്ക് മെസ്സേജായിട്ട് അയച്ച ഒരു കാര്യമാണ്, ഞങ്ങൾ പോലീസുകാരും ഉസ്താദുമാരൊക്കെ മീൻ വിൽക്കുന്നവരും ഇറച്ചി വിൽക്കുന്നവരൊക്കെ രണ്ടാം കിടവായിട്ട് കാണുന്നു എന്ന് എന്താണ് നിങ്ങൾക്ക് തെളിവ്? ഞങ്ങൾ അങ്ങനെ കാണുന്നവരൊന്നും അല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെയുള്ള ജോലികൾ ഈ ഉസ്താദുമാരുടെ ജോലിയും ഇമാമായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്ന സമയത്തൊക്കെ നിന്നിട്ടുണ്ട്, ഉസ്താദുമാരോടൊപ്പം ജീവിച്ചിട്ടുണ്ട്, അതുപോലെ ഓഫീസുകളിലൊക്കെ കയറിയിറങ്ങിയ വ്യക്തിയാണ്. ഇങ്ങനെയുള്ള പല ജോലികളും ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇങ്ങനെ മീൻ വിൽക്കുന്നവരൊക്കെ രണ്ടാം കിട ജോബായി സമൂഹം കാണുന്നുണ്ട്. അങ്ങനെ കാണരുത്. നമ്മൾ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കണം. ഇപ്പൊ പോലീസുകാരാണെങ്കിലും അധ്യാപകരൊക്കെ ആണെങ്കിലും അവരൊരു സേവനം ചെയ്യുന്നു. നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവരെ സാറേ എന്ന് വിളിക്കണമെന്ന് പോലും നിയമമില്ല. പക്ഷേ ആളുകൾ ഒരു റെസ്പെക്റ്റിന് വേണ്ടിയൊക്കെ വിളിക്കുന്നു. ചില ആളുകൾ കാര്യം നടക്കാൻ വേണ്ടി സാറേ എന്നൊക്കെ വിളിക്കുന്നു എന്നല്ലാതെ അങ്ങനെ വിളിക്കണമെന്നൊരു നിയമമൊന്നുമില്ല. എന്നിട്ടും ഞാൻ പറയുന്നത്, അവരൊക്കെ കാണുന്ന ഒരു വാല്യൂ നിങ്ങൾ ഇങ്ങനെയുള്ള ജോലികൾക്കും കാണണം. ആക്രി കച്ചവടം നടത്തുന്നതാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ അന്തസ്സുണ്ട്. എല്ലാത്തിനും ആളുകൾ ആവശ്യമാണ്. സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന സേവനമാണ് അത്. മീൻ കച്ചവടമാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും അതിനെ നമ്മൾ വിശാലമായ അർത്ഥത്തിൽ കാണുക. അങ്ങനെ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്, കാണുന്നുണ്ട്, പലവരും കാണുന്നുണ്ട്. ആ ബോധ്യം നമ്മൾ മാറ്റണം. എല്ലാ ജോലിക്കും അന്തസ്സുണ്ട്, അഭിമാനമുണ്ട് എന്ന ചിന്താഗതി എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകണം. അങ്ങനെ ഒരു നല്ലൊരു ലോകമുണ്ടാകട്ടെ, നല്ലൊരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ എൻ്റെ ഇത് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും.
അതേപോലെ അവസാനമായിട്ട് പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കളോട്, നിങ്ങൾക്ക് ജീവിത വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ലക്ഷ്യബോധമുള്ളവരാകണമെങ്കിൽ, നിങ്ങളുടെ കഴിവ് കണ്ടെത്തണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ ധാർമ്മിക ബോധമുള്ളവരാകണമെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നടത്തുന്ന ലൈഫ് കോച്ചിങ് ഓൺലൈനിലൂടെ നടത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടോ പാർക്കിൽ വന്നിട്ടോ നിങ്ങളുടെ ഓഫീസുകളിൽ വന്ന് എവിടെ വന്നിട്ടോ നൽകാൻ തയ്യാറാണ്. കാരണം ഓരോ മനുഷ്യൻ്റെയും ജീവിത വിജയവും പുരോഗതിയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക എന്നും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.